നമ്മുടെ അറബിക് ന്യൂസ് അനലൈസിംഗ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സൗദിയിലെ അരിയാൽ പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്ത അനലൈസ് ചെയ്യാം. ആദ്യം ഹെഡ്ലൈൻ നോക്കാം. ഇസ്തിഷ്ഹാദു അർബഅത്തി ഫിലസ്തീനിയീന ഫി ഖസ്ഫിൻ ഇസ്രാഈലിയിൻ അലാ ഗസ്സ വന്നുസൈറാത്ത്. ഗസ്സയിലും അതുപോലെ നുസൈറാത്തിലും ഇസ്രായേലി ബോംബാക്രമണത്തിൽ 4 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഹെഡിങ്ങിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇസ്തിഷ്ഹാദ് മസ്തറായിട്ട് ഉപയോഗിച്ചത് കാണാൻ പറ്റും. കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഷഹീദായി എന്നുള്ള അർത്ഥത്തിലാണ് ഇസ്തിഷ്ഹാദ് എന്ന് ഉപയോഗിക്കുന്നത്. ഖസ്ഫുൻ ഇസ്രായേലിയുൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലി ബോംബിംഗ് അല്ലെങ്കിൽ ഇസ്രായേലി അറ്റാക്ക് എന്നർത്ഥം. ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇസ്തിഷ്ഹാദു അർബഅത്തി ഫിലസ്തീനിയൻ, 4 Palestinians killed ഫി ഖസ്ഫിൻ ഇസ്രായേലിയൻ in an Israeli attack ala Gaza wa Nusayrat on Gaza City and Nusayrat എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത പാരഗ്രാഫ് استشهد 4 فلسطينيين وأصيب عدد آخر بجروح مختلفة في قصف الاحتلال الإسرائيلي اليوم على منزلين بمدينة غزة ومخيم النصيرات. നമുക്ക് ആദ്യം ഇതിൽ വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട വേർഡുകൾ നോക്കാം. ഉസീബ ബിജുറൂഹിൻ, പരിക്ക് പറ്റി എന്നുള്ള അർത്ഥത്തിലാണ് ഉസീബ ബിജുറൂഹിൻ എന്ന് ഉപയോഗിക്കുന്നത്, ഇൻജേർഡ് എന്നർത്ഥം. ഓക്കെ, ഇവിടെ ബിജുറൂഹിൻ മുഖ്തലിഫ, വ്യത്യസ്ത പരിക്കുകൾ എന്നുള്ള രീതിയിലാണ് വാർത്തയിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ചെറിയ പരിക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറബിയിൽ മൈനർ ഇഞ്ചുറീസ് എന്നുള്ളതിന് ജുറൂഹിൻ തൊഫീഫ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാറുള്ളത്. അതുപോലെ സിവിയർ ആയിട്ടുള്ള വലിയ പരിക്കുകൾക്ക് ജുറൂഹ് ബലീഗ എന്നാണ് അറബിയിൽ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അതുപോലെ മറ്റൊരു വേർഡ് അൽ ഇഹ്തിലാൽ എന്നുള്ളതാണ്. ഇഹ്തിലാൽ എന്ന് പറഞ്ഞാൽ ഒക്യുപ്പേഷൻ, അധിനിവേശം എന്നാണ് അർത്ഥം. പൊതുവെ അറബി ന്യൂസ് പേപ്പറുകളിലൊക്കെ ഇസ്രായേലിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അൽ ഇഹ്തിലാൽ, അൽ അറാളി അൽ മുഹ്തല്ല അല്ലെങ്കിൽ ഖുവാത്തു ജയ്ഷ് ഇഹ്തിലാൽ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ ഉള്ളൊരു വേർഡ് മുഖയ്യം എന്ന് പറഞ്ഞാൽ ക്യാമ്പ് എന്നുള്ളതിനാണ് മുഖയ്യം എന്ന് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പാരഗ്രാഫ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇസ്തഷ്ഹദ 4 ഫിലസ്തീനിയൻ, 4 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. 4 Palestinians were killed وأصيب عدد آخر بجروح مختلفة في قصف الاحتلال الإسرائيلي اليوم. ഇന്നത്തെ ഇസ്രായേലി ആക്രമണത്തിൽ മറ്റു കുറച്ച് ആളുകൾക്ക് കൂടെ പരിക്ക് പറ്റി. And several others were injured in today's Israeli occupation bombing على منزلين بمدينة غزة ومخيم النصيرات. നുസൈറാത്ത് ക്യാമ്പിലെ അതുപോലെ ഗസ സിറ്റിയിലെയും 2 വീടുകളുടെ മേൽ നടന്ന ബോംബാക്രമണത്തിൽ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ബോംബിംഗ് ഓഫ് 2 homes ഇൻ ഗസ സിറ്റി ആൻഡ് ദി നുസൈറാത്ത് ക്യാമ്പ് എന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അടുത്ത പാരഗ്രാഫ് وأفادت مصادر طبية فلسطينية باستشهاد 3 فلسطينيين في قصف إسرائيلي على منزل بمخيم النصيرات وسط قطاع غزة. ഓക്കെ, അഫാദ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് അഫാദ എന്ന് ഉപയോഗിക്കുന്നത്. മസാദിറു തുബ്ബിയ, മെഡിക്കൽ സോഴ്സസ്. അപ്പോൾ വഅഫാദത്ത് മസാദിറു തുബ്ബിയ ഫിലസ്തീനിയ, ഫലസ്തീനി മെഡിക്കൽ സോഴ്സസ് റിപ്പോർട്ട് ചെയ്തു എന്നർത്ഥം. അവർ റിപ്പോർട്ട് ചെയ്തു ബിസ്തിഷ്ഹാദി 3 ഫിലസ്തീനിയൻ, 3 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന്. ഫി ഖസ്ഫിൻ ഇസ്രായേലിയിൻ, ഒരു ഇസ്രായേലി ബോംബാക്രമണത്തിൽ. അല മൻസിലിൻ ബി മുഖയ്യമി അന്നുസൈറാത്ത് വസത്തു ഖിതാഇ ഗസ്സ. ഖിതാഉ ഗസ്സ എന്ന് പറഞ്ഞാൽ ഗസ സ്ട്രിപ്പ്. ഓക്കെ, അപ്പോൾ ഗസ സ്ട്രിപ്പിൻ്റെ നടുവിലെ അന്നുസൈറാത്ത് ക്യാമ്പിലെ ഒരു വീടിൻ്റെ മേൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 3 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഫലസ്തീനി മെഡിക്കൽ സോഴ്സസ് റിപ്പോർട്ട് ചെയ്തു എന്നാണ് വാർത്തയിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ 2 ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ്, ഈ ഒരു പാരഗ്രാഫിൻ്റെ ഈ ഒരു സെൻറ്റൻസിൻ്റെ 2 ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. രണ്ടും ഓക്കെയാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ അറബിയിൽ ഉപയോഗിച്ചതുപോലെ വഅഫാദത്ത് മസാദിറു തുബ്ബിയ ഫിലസ്തീനിയ, പലസ്തീനിയൻ മെഡിക്കൽ സോഴ്സസ് റിപ്പോർട്ടഡ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആ ട്രാൻസ്ലേഷനിൽ കൊടുത്തതുപോലെ അസ് റിപ്പോർട്ടഡ് ബൈ പലസ്തീനിയൻ മെഡിക്കൽ സോഴ്സസ് എന്ന് അവസാനം കൊടുക്കുക. 2 ട്രാൻസ്ലേഷനും ശരിയാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
The Line Language Academy, the line for languages.